ജെറുസലേമിലെ ചുട്ടുപഴുത്ത മണൽപ്പരപ്പുകൾ, രക്തമണക്കുന്ന യുദ്ധഭൂമിയിൽ ലോകചരിത്രത്തിലെ രണ്ട് ഇതിഹാസങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു വശത്ത് യുദ്ധമര്യാദകൾ കൃത്യമായി പാലിക്കുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി, മറുവശത്ത് ഇംഗ്ലണ്ടിന്റെ സിംഹഹൃദയൻ എന്ന വിശേഷണമുള്ള ധീരനായ റിച്ചാർഡ് രാജാവ്. കൊന്നുതള്ളാൻ തക്കം പാർത്തിരിക്കുന്ന ആയിരക്കണക്കിന് വാളുകൾക്കിടയിൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ശത്രുവിന്റെ രക്തത്തിന് ദാഹിക്കുന്നതിന് പകരം സുൽത്താൻ തന്റെ വാൾ ഉറയിലേക്ക് മാറ്റി. ലോകയുദ്ധ ചരിത്രത്തിൽ ഇന്നും വിസ്മയമായി തുടരുന്ന ആ യുദ്ധമര്യാദ എന്തായിരുന്നു? ആയുധങ്ങൾ നിശബ്ദമാക്കിയ ആ ചരിത്ര നിമിഷം ഇവിടെയാണ്. യുദ്ധത്തിനിടെ റിച്ചാർഡ് രാജാവിന്റെ കുതിര കൊല്ലപ്പെട്ടു. തന്റെ എതിരാളി നിലത്തുനിന്ന് പൊരുന്നത് കണ്ട സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധം നിർത്തിവെക്കുവാൻ ഉത്തരവിട്ടു. രാജാവിന് അത്ഭുതം തോന്നി. ഒരാൾ കുതിരപ്പുറത്തും മറ്റൊരാൾ നിലത്തുനിന്നും പൊരുതുന്നതും യുദ്ധമാന്യതയല്ല എന്നതായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ പക്ഷം. തൊട്ടടുത്ത ദിവസം തന്നെ തന്റെ പക്കലുള്ള ഏറ്റവും മികച്ച രണ്ട് കുതിരകളെ തന്നെ റിച്ചാർഡ് രാജാവിന് സമ്മാനമായി നൽകി സലാഹുദ്ദീൻ അയ്യൂബി. തന്റെ ശത്രുവിന്റെ വീഴ്ചയിൽ സന്തോഷിക്കാനല്ല, മറിച്ച് ശത്രുവിനും തുല്യനീതി ഉറപ്പിക്കാനാണ് സുൽത്താൻ ആഗ്രഹിച്ചത്. എന്നാൽ ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം കൂടി ആ യുദ്ധഭൂമിയിൽ നടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷത്തും ജയപരാജയങ്ങൾ മാറി മറയുകയാണ്. ശത്രുപക്ഷത്തെ നയിക്കുവാൻ യുദ്ധഭൂമിയിൽ റിച്ചാർഡ് രാജാവില്ല. കാരണം അന്വേഷിച്ചപ്പോ കടുത്ത പനി ബാധിച്ച് കിടപ്പിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ തന്റെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യന്മാരെയും രോഗശമനത്തിനായ മരുന്നുകളും മലനിരകളിലെ മഞ്ഞിൽ തണുപ്പിച്ച പഴവർഗ്ഗങ്ങളുമായി ഒരു വിദഗ്ധ സംഘത്തെ റിച്ചാർഡ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കുറിപ്പും: തൽക്കാലം യുദ്ധം നിർത്തിവെക്കുന്നു, രോഗശമനത്തിനായി പ്രാർത്ഥിക്കുന്നു. എതിരാളിയുടെ ബലഹീനതയെ ആക്രമിക്കുന്നത് ബുദ്ധിയാണെന്ന് കരുതുന്നവർക്കും മനസ്സ് മരവിച്ച ഭരണകർത്താക്കൾക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചരിത്രം. ആയുധം കൊണ്ട് മണ്ണ് കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് സ്നേഹം കൊണ്ട് മനസ്സ് കീഴ്പ്പെടുത്തുന്നത്.